ഹായ് ഓൾ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീറ്റ് ലോഫ് മഫിൻസ് ആണ്. ബീഫ് കൊണ്ടുള്ളൊരു കപ്പ് കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിനെ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫാണിത്. ഒരു 400 ഗ്രാം ഉണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാം. മിൻസ് ചെയ്ത ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരുവിധം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്തെടുത്ത മുട്ട നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മസാല വെച്ച് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിലിക്കൺ മോൾഡാണ്. സിലിക്കൺ മോൾഡാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ച് കൊടുക്കാം. പകുതി ഫില്ലാക്കണം ആദ്യം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പകുതി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള മസാല കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ കുറച്ചുകൂടി മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ നമ്മളുടെ ബീഫിൻ്റെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് പറ്റിയ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.